ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വളരെ ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണ തയ്ക്കുന്ന ചുരിദാർ ആകട്ടെ, ഫ്രോക്ക് ആകട്ടെ, എന്ത് ഡ്രസ്സാണെങ്കിലും അതിനെടുക്കുന്ന സ്ലീവിന് എത്ര ക്ലോത്ത് വേണം നമ്മൾ എടുക്കാൻ. അതായത് സ്ലീവിൻ്റെ ലെങ്ത് അല്ല ഉദ്ദേശിക്കുന്നത്, വീതി. എത്ര ഇഞ്ചിലാണ് നമ്മൾ ക്ലോത്ത് മടക്കി ഇടേണ്ടത്, അതിൻ്റെ മെഷർമെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചിട്ട് ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി പറയുകയാണ്, ഇതേ ഒരു സ്ലീവാണ്. അപ്പോൾ ഈ സ്ലീവിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത്, കൈയുടെ നീളം. ഇതല്ല ഞാൻ പറയാൻ പോകുന്നത്, ദേ ഈ ഭാഗം വീതി. ഈ വീതി എത്ര ക്ലോത്താണ് നമ്മൾ മടക്കി ഇടേണ്ടത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം പലരും പറയാറുണ്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ജോയിൻ ചെയ്ത് വരുമ്പോൾ തികയുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതേ മെയിൻ ക്ലോത്തായിട്ട്, ഞാനിവിടെ ഒരു പേപ്പറിലാണ് വരച്ച് കാണിക്കുന്നത്. ഓക്കെ, മെയിൻ ക്ലോത്തായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുക. ഇത് നമ്മളിത് ഇവിടെ നിന്നും നോർമലി ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന ഫസ്റ്റ് ഫോൾഡിങ് ആണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ ഞാനിവിടെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ നോർമലി ഷോൾഡർ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ ദേ ഇവിടെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ താഴേക്ക് ആം ഹോളും നമുക്ക് 7 ഇഞ്ച് തന്നെ വരയ്ക്കാം. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. 7 ഇഞ്ച് തന്നെ ഞാനിവിടെ ദേ വരയ്ക്കുന്നു. ഓക്കെ, 7 ഇഞ്ചിൽ ആം ഹോൾ വരച്ചു. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ തൊട്ട് താഴെയായിട്ടാണല്ലോ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും ചെസ്റ്റ് മെഷർമെൻറ്റ് ആം ഹോളിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ 40 ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്ന ഒരാളാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഏത് ചെസ്റ്റ് സൈസ് ആണെങ്കിലും 40 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 40 ആണ്, 40 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ ഡിവൈഡഡ് ബൈ 4 ആണ് നമ്മൾ എല്ലായ്പ്പോഴും മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് 10 ഇഞ്ചാണ്. ഓക്കെ, 40 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. ആ 10 ഇഞ്ചിലേക്ക് ഇതേ നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് നോർമലി നമ്മൾ ഇവിടെ നിന്നും ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾ എത്രയാണ് സീം അലവൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു, അതുകൂടി നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കുന്നു. ഇങ്ങനെയാണല്ലോ നിങ്ങൾ തുണിയിൽ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളിത് ഇവിടെ കർവ് ചെയ്ത് വരച്ചു. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളും കുറച്ച് കടത്തി വരയ്ക്കും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫ്രണ്ട് ആം ഹോൾ നമ്മൾ എല്ലായ്പ്പോഴും ഒരല്പം കൂടി കടത്തിയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ കുറച്ചൊന്ന് കടത്തി വരയ്ക്കും. അപ്പോൾ നമ്മളിത് ഇവിടെ ബാക്ക് ആം ഹോൾ വരച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി അങ്ങനെയാണല്ലോ ചുരിദാറിനൊക്കെ ഫ്രണ്ട് ആം ഹോൾ കുറച്ച് കടത്തി കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതേ കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോർമലി എങ്ങനെയാണ്, ദേ ഇവിടെ നിന്നും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് നോർമലി ഇത് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാറുള്ളത്. ഓക്കെ, ഞാനത് ഇങ്ങനെയൊന്ന് ഡോട്ടിട്ട് കാണിക്കാം നിങ്ങൾക്ക്, നമ്മൾ ഏത് വഴിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു രീതി. അപ്പോൾ ഇത് ഞാനിവിടെ 1/4 ഇഞ്ച് ഗ്യാപ്പാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ 1/2 ഇഞ്ചാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ഇങ്ങനെയൊന്ന് മെഷർ ചെയ്ത് പോയിക്കോളുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഈ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് മെഷർ ചെയ്യാം. ഓക്കെ, ഈ ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യാം. ദേ ഇങ്ങനെ ചരിച്ച് വെച്ച് തന്നെ ഇങ്ങനെ മെഷർ ചെയ്ത് പോവുക കേട്ടോ. കണ്ടോ, നമുക്കിവിടെ 10 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 10 ഇഞ്ചിന് ഒരു പോയിന്റ് കുറവാണ്, എന്നാലും 10 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 10 ഇഞ്ച് ആണ് നമ്മൾ സ്ലീവിന് നമുക്ക് ഈ ഭാഗത്ത് വേണ്ട അളവെന്ന് പറയുന്നത്, സ്ലീവിൻ്റെ ഈ പോർഷനിൽ വേണ്ട അളവ്. അപ്പോൾ ഈ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ക്ലോത്ത് എന്ന് പറഞ്ഞാൽ 10 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൂടി ആഡ് ചെയ്ത്, ഈ അളന്നെടുത്തിരിക്കുന്ന 10 ഇഞ്ച് അതിൻ്റെ കൂടി 1 ഇഞ്ച് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം ക്ലോത്ത് മെഷർ ചെയ്യാൻ. അതായത് 11 ഇഞ്ച്. കണ്ടോ, ഇത്രയും ക്ലോത്തിന് നമ്മളിത് 11 ഇഞ്ചാണ് ഈ വിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ടേക്കാണ് കട്ട് ചെയ്ത് വരുന്നത്. 10 ഇഞ്ചാണ് നമുക്ക്. ഇപ്പം നിങ്ങൾ 11 ഇഞ്ച് എടുത്തില്ല, 10 ഇഞ്ച് എടുത്താലും കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. കാര്യം ഇതിങ്ങനെ കർവ് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് തയ്ക്കാൻ പറ്റും. എന്നാലും 1 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ 11 ഇഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ 11 ഇഞ്ച് ലെങ്കിൽ ഈ ഒരു സൈഡാണത്, അതിൻ്റെ മറു സൈഡ് ഇങ്ങനെ 2 പോർഷൻ ഉണ്ടല്ലോ, നമുക്ക് ഫ്രണ്ടും ബാക്കുമായിട്ട് വരും. അതുപോലെ തന്നെ ഇത് ഞാൻ 2 ക്ലോത്ത്, അതായത് 2 സ്ലീവിനുള്ള 2 ക്ലോത്താണ് ഇട്ടിരിക്കുന്നത്. ഈ വിട്ടിലാണ് നിങ്ങൾ ക്ലോത്ത് എടുക്കേണ്ടത്. ഇതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്താണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇതിപ്പോൾ 5.5 ഇഞ്ച് ലെങ്തേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ക്ലോത്ത് എത്ര എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിലും കൺഫ്യൂഷനുള്ള ആൾക്കാരാണെങ്കിൽ, ഇതുപോലെ ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ 30 മുതൽ 44 വരെ ചെസ്റ്റ് സൈസ് വരുന്ന ആൾക്കാർക്കുള്ള എത്ര സ്ലീവ് എടുക്കണം, എത്ര സ്ലീവിന് ക്ലോത്ത് എടുക്കണം എന്നുള്ള ഒരു അളവ് നമ്മുടെ ആപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ആപ്പിൽ ചെല്ലുക, അതിൽ ദേ
സൂയിങ് ടിപ്സ് എടുക്കുക. സൂയിങ് ടിപ്സിൽ സൂയിങ് ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആപ്പിൽ പോയി ഇത് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര ക്ലോത്ത് എടുക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.